ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്പോൺസസിനെ കുറിച്ചാണ്, അതായത് സ്റ്റാറ്റസ് കോഡുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന റെസ്പോൺസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മാനുവലായിട്ട് എങ്ങനെ സ്റ്റാറ്റസ് കോഡുകൾ പാസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ ലാസ്റ്റ് വീഡിയോ നോക്കിയ സമയത്ത് നമുക്കിവിടെ കുറച്ച് വാലിഡേഷൻ എററുകൾ ഉണ്ടായിരുന്നു. ആ വാലിഡേഷൻ എററുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇത് ഇവിടെ ഞാൻ എന്താ ഡേറ്റ കൊടുക്കുന്നു, ഇൻവാലിഡ് ഡേറ്റ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു 1000 റുപ്പീസാണ് നമ്മുടെ ലിമിറ്റ് കൊടുത്തിരുന്നത്. ഇവിടെ 25,000 കണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എറർ മെസ്സേജ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റാറ്റസ് നോക്കി 200 ഓക്കെ, അതായത് സക്സസ് എന്നൊരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയല്ല ആക്ച്വലി വേണം. നേരത്തെ അല്ലെങ്കിൽ ഇത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ /get എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 405 മെത്തേഡ് നോട്ട് അലൗഡ്. കാര്യം നമുക്കറിയാം ഇത് നമ്മളിവിടെ എന്താ പോസ്റ്റ് മെത്തേഡ് മാത്രമേ അവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു എന്താ പറയുക ഗെറ്റ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റ് ഫ്രെയിംവർക്കിൽ നിന്ന് ആ സ്റ്റാറ്റസിനെ ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഫ്രം റെസ്റ്റ് ഫ്രെയിം നമ്മുടെ വ്യൂസിനകത്ത് കൊടുക്കുക. വ്യൂസിനകത്ത് റെസ്റ്റ് ഫ്രെയിംവർക്ക് ഇമ്പോർട്ട് സ്റ്റാറ്റസ്. ഓക്കെ, സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്റ്റാറ്റസ് കോഡുകളുണ്ട്. അതായത് 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സക്സസ് ആണ്, 201 എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്രിയേറ്റഡ് ആണ്. അത് നമ്മൾ ഓർത്തിരിക്കാൻ വലിയ പാടൊന്നുമില്ല, ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ നമ്മളിവിടെ serializes.errors എന്ന് പറഞ്ഞിട്ട് ആ എറർ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കോമ കൊടുത്ത് സ്റ്റാറ്റസ് status.http. ഓക്കെ, HTTP സെർച്ച് ചെയ്യുന്നുണ്ട്. HTTP എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ കാണിക്കുന്നുണ്ട് പലതരം എന്തിനുള്ളതാണ്. ഇവിടെ നോക്കി അറിയാം. 200 ഓക്കെ, 201 ക്രിയേറ്റഡ്. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യും, ഇവിടെ നമുക്ക് കൊടുക്കാം. അതായത് serializes.data എന്ന് പറഞ്ഞ ഇവിടെ serializer ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡേറ്റ ക്രിയേറ്റ് ചെയ്യും സക്സസ് ആണെങ്കിൽ. അപ്പോൾ ആ ഡാറ്റാബേസ് സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ 201 ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അതുപോലെ തന്നെ പല ഇത് നോക്കി ഓൾറെഡി നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കി അറിയാം, നമുക്ക് സ്ഥിരമായിട്ട് കണ്ടു പരിചയമുള്ളതാണ് 404 നോട്ട് ഫൗണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ കണ്ട 405 മെത്തേഡ് നോട്ട് അലൗഡ് ഓൾറെഡി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻലി യൂസ് ചെയ്യുന്നതാണ് 400. പിന്നെ ഇവിടെ 500 കാണും. ഓക്കെ, 500 ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന 200 ഓക്കെ, 201 ക്രിയേറ്റഡ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് 400 ബാഡ് റിക്വസ്റ്റ്, പിന്നെ 401 അൺഓതറൈസ്ഡ്, പിന്നെന്താ അങ്ങനെയുള്ള കുറച്ച്, പിന്നെ 404 പേജ് നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ നോട്ട് ഫൗണ്ട്. അത്തരം കാര്യങ്ങളാണ് ബേസിക്കലി കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കത് യൂസ് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റും. അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. ഇപ്പം ഞാൻ പറഞ്ഞു എററാണ്. അപ്പോൾ എറർ വരുന്ന സമയത്ത് നമുക്ക് 404 അല്ല 400 ആണ് നമുക്കുണ്ട്. അപ്പോൾ 400 ബാഡ് റിക്വസ്റ്റ് നമ്മൾ കൊടുക്കണം. ഞാനിവിടെ സേവ് ചെയ്തു. നമ്മുടെ ഇവിടെ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡേറ്റ കൊടുക്കാം. ഓക്കെ, ഇതൊരു ഇൻവാലിഡ് ഡേറ്റയാണ്. നമ്മുടെ കൊടുക്കുന്ന സമയം നോക്കി അറിയാം, നേരത്തെ അതേ എറർ മെസ്സേജ് വന്നു. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് നോക്കി അറിയാം 400 ബാഡ് റിക്വസ്റ്റ് എന്നാണ്. നമ്മുടെ ടെർമിനൽ നോക്കിയാൽ അത് അവിടെ ഒരു റെഡ് നിറത്തിൽ എറർ ആണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ നമുക്കിവിടെ കാണാം. കണ്ടോ, ഇവിടെ റെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 400 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇത് സ്റ്റാറ്റസ് കോഡാണ്. നേരത്തെ നമ്മൾ 405 ഉണ്ടായിരുന്നു, അതിൻ്റെ ഇത് കാണുന്നുണ്ട് ഇവിടെ. സക്സസ് ആണെങ്കിൽ 200 കാണുമായിരിക്കണം. ഇവിടെ മുകളിലേക്ക് നോക്കി അറിയാം. അത് നോക്കണ്ട, ഇനി വരുമ്പോൾ നോക്കാം. എനിവേ, അങ്ങനെയാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു ഇവിടെ എന്താ പറയുക, serializer സേവ് ചെയ്യുന്ന സമയത്ത് 200 എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ 200 സ്റ്റാറ്റസിന് വരെ നമുക്ക് 201 ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. സ്റ്റാറ്റസ് status.http 201 ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അതിപ്പോൾ ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതായത് നമ്മളിപ്പോൾ അറിയാം, സാധാരണ നമ്മളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത് ഒരിക്കലും ഒരു മനുഷ്യന് വേണ്ടി മാത്രമല്ല, നമ്മൾ മെഷീൻസിനും കൂടി വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിന്റെ കേസ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്. കാര്യം നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു ജാങ്കോയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആണോ എറർ ആണോ വരുന്നതെന്ന് നോക്കിയിട്ട് ബാക്ക് എൻഡിൽ നിന്ന് തന്നെ നമുക്ക് അസൈൻ ചെയ്യും. ഇന്ന പേജ് സക്സസ് പേജ് ആണോ, success.html ആണോ, അത് error.html ആണോ, റെൻഡർ ചെയ്യേണ്ടത് നമുക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷെ നമ്മൾ ഈ റെസ്റ്റ് ഫ്രെയിംവർക്കിന്റെ കേസ് നമ്മൾ ജസ്റ്റ് ബാക്ക് എൻഡ് മാത്രമേ ബിൽഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട് എൻഡ് മേ ബി അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക വെബ് ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിക്വസ്റ്റ് ഇപ്പോൾ സക്സസ് ആണോ ഫെയിലിയർ ആണ്, ഇപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സക്സസും വരും ഫെയിലിയറും വരും. ഇപ്പം നമ്മളിവിടെ നേരത്തെ കൊടുത്ത പോലെ ഈ പറയുന്ന 1000 മുകളിലുള്ള ഒരു വാല്യൂ കൊടുത്ത് നമ്മൾ സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എററാണ്, സക്സസ് അല്ല ഫെയിലിയർ ആണ് വരുന്നത്. അപ്പോൾ പിന്നെ മേ ബി അങ്ങനെ ഫെയിലിയർ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ കൊടുത്തത് സക്സസ് ആയിരിക്കാം. അപ്പോൾ ആ സക്സസ് ആണോ ഫെയിലിയർ ആണോ അനുസരിച്ച് ഫ്രണ്ട് എൻഡിൽ കാണിക്കണം. അതായത് ഇപ്പോൾ നമ്മളൊരു ഡേറ്റ കൊടുത്തു, അത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജോ അല്ല അലേർട്ട് ബോക്സ് എന്തെങ്കിലും കാണിക്കണം. ഓക്കെ, ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി. അല്ലാത്ത പക്ഷം എറർ ആണെങ്കിൽ സംതിങ് വെൻ റോങ് പ്ലീസ് ട്രൈ അഗെയിനോ, അല്ലെങ്കിൽ എന്താ എറർ മെസ്സേജ് അത് കാണിക്കണം. അപ്പോൾ എറർ ആണോ സക്സസ് ആണോ, ഐ മീൻസ് ഫെയിലിയർ ആണോ സക്സസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ സ്റ്റാറ്റസ് കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്.
നമ്മൾ ഈ സ്റ്റാറ്റസ് ഇവിടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എറർ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു 200 എന്ന് പറഞ്ഞിട്ടുള്ള സക്സസ് മെസ്സേജ് ആണ് വരുന്നത്. അപ്പൊ എന്താ എറർ ഇവിടെ വന്നാലും ഫ്രണ്ട് എൻഡിൽ കാണിക്കും സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് കാണിക്കും. പക്ഷെ നോക്കി കഴിഞ്ഞാൽ ഡാറ്റ സേവ് ആയിട്ടുണ്ടോ അതുമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതാണ് ഈ പറയുന്ന സ്റ്റാറ്റസ് കോഡുകൾ നമ്മൾ പാസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളത്. കാര്യം സ്റ്റാറ്റസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത്. ഇപ്പൊ അടുത്ത വീഡിയോയിലാണെങ്കിൽ ഇനി ഇതിന്റെ ബാലൻസ് ആയിട്ട് ഇനി വരാനുള്ളത് നമുക്ക് എന്താ പറയാ ഫോറിൻ കീകളെ സീരിയലൈസ് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പോസ്റ്റ് മെത്തേഡും ഗെറ്റ് മെത്തേഡും മാത്രമേ നോക്കിയിട്ടുള്ളൂ. പുട്ടുണ്ട്, ഡിലീറ്റ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്, അങ്ങനെ പല മെത്തേഡുകൾ വരുന്നുണ്ട്. പിന്നെ ബേസിക്കലി ഈ പറയുന്ന ഫംഗ്ഷന് പകരം ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള വ്യൂസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടികളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വരും വീഡിയോയിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ